ബീഹാറിൽ ഇത്തവണ ബി.ജെ.പി. വെറുതെ അങ്ങ് ജയിച്ചതല്ല. കോൺഗ്രസ് പതിവ് പോലെ ബി.ജെ.പിയെ ജയിപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ബി.ജെ.പിയെ വിജയിക്കാനായി സ്വയം തോൽവി ക്ഷണിച്ചു വരുത്തുന്ന കോൺഗ്രസ് പാർട്ടി ശരിക്കും അതിൻ്റെ വോട്ടർമാരെ വഞ്ചിക്കുകയാണ്. ബീഹാറിലേത് ഇത്തരത്തിൽ ബി.ജെ.പിക്ക് കോൺഗ്രസ് വിജയം ഒരു താലത്തിൽ വെച്ച് സമ്മാനിച്ച 11ാമത്തെ തന്ത്രപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. 9 തന്ത്രപ്രധാനമായ സംസ്ഥാനങ്ങളുടെ ഭരണമാണ് ഇങ്ങനെ കോൺഗ്രസ് സ്വയം പരാജയം ക്ഷണിച്ചു വരുത്തി ബി.ജെ.പിക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ ആ 10 തെരഞ്ഞെടുപ്പിൽ പകുതിയെങ്കിലും കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ ബി.ജെ.പിക്ക് 2024 ഒരു തുടർഭരണം അസാധ്യമായേനെ. ആദ്യം ബീഹാറിലെ 2020 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് ബി.ജെ.പി. സഹകരണത്തിന്റെ കഥ പറയാം. പൊതുവിൽ ബീഹാറിൽ ദുർബലമായ ഒരു പാർട്ടിയായിരുന്നിട്ടും ദേശീയ പാർട്ടിയാണ് തങ്ങളെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇതേ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമായി 70 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ബീഹാറിൽ മത്സരിച്ചത്. പക്ഷെ വിജയിച്ചതാകട്ടെ വെറും 19 സീറ്റിലും. അതേസമയം കോൺഗ്രസ് കാരണം കുറവ് സീറ്റുകളിൽ മത്സരിക്കേണ്ടി വന്ന ഇടതു പാർട്ടികൾ പക്ഷേ 29 സീറ്റിൽ മത്സരിച്ച് 16 സീറ്റ് സ്വന്തമാക്കി. അന്ന് കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റുകളുടെ ബലത്തിലായിരുന്നു NDA മുന്നണി അധികാരം നിലനിർത്തുന്നത്. അന്ന് പല ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടത് കോൺഗ്രസിന് നൽകിയ സീറ്റുകൾ RJD ഇടതു പാർട്ടികൾക്ക് നൽകിയിരുന്നെങ്കിൽ 2020 തന്നെ ബീഹാറിൽ ബി.ജെ.പി. ഭരണം അവസാനിച്ചേനെ എന്നാണ്. ബീഹാറിൽ സ്വയം തോറ്റാണ് കോൺഗ്രസ് ബി.ജെ.പിയുടെ ഭരണം നിലനിർത്തിയതെങ്കിൽ ഈ വർഷം ആദ്യം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് ഭിന്നിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ചെയ്തത്. തൊട്ടു മുൻപത്തെ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയുമായി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സഖ്യമൊക്കെ പൊളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. 15ലധികം സീറ്റിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച ബി.ജെ.പി. വിരുദ്ധ വോട്ട് ഭിന്നിപ്പിച്ചപ്പോൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആം ആദ്മിയുടെ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു. സമാനമായിരുന്നു 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവസ്ഥയും. അതേ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റുകളിൽ 5 കോൺഗ്രസ് ആം ആദ്മി സഖ്യം ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. സ്വാഭാവികമായി അതേ സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നിഷ്പ്രയാസം തോൽപ്പിക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അവിടെയും സഖ്യം പൊളിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചു. ഫലമെന്താ? ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത വോട്ട് വിഹിതത്തെക്കാൾ കുറവ് വോട്ട് വിഹിതം സ്വന്തമാക്കിയ ബി.ജെ.പി. ഒരു ആധികാരിക വിജയം ഹരിയാനയിൽ സ്വന്തമാക്കി. സ്വന്തം MLA-മാരെ ബി.ജെ.പിക്ക് സംഭാവന നൽകിയും കോൺഗ്രസ് പലപ്പോഴും ബി.ജെ.പിക്ക് ഭരണം സമ്മാനിച്ചിട്ടുണ്ട്. 2018 മധ്യപ്രദേശ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതിന്റെ തെളിവുകളാണ്. 2018 മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച് സർക്കാർ രൂപീകരിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അനുയായിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു കൂട്ടം കോൺഗ്രസ് MLA-മാരുമായി ബി.ജെ.പി. പാളയത്തിലേക്ക് മറുകണ്ഠം ചാടിയതോടെ ആ സർക്കാരും നിലംപതിച്ചു. ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന യുവ കോൺഗ്രസ് നേതാവായിരുന്നു ബി.ജെ.പിയിലേക്ക് പോയ ജ്യോതിരാദിത്യ സിന്ധ്യ. കർണാടകയിലും സമാനമായിരുന്നു അവസ്ഥ. സർക്കാർ രൂപീകരിച്ചെങ്കിലും സ്വന്തം MLA-മാരെ ബി.ജെ.പി. ചാക്കിട്ടു പിടിക്കുന്നത് തടയാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. ഈ കോൺഗ്രസ് ബി.ജെ.പിയെ പരാജയപ്പെടുത്തുമെന്നും ഫാസിസത്തെ പ്രതിരോധിക്കുമെന്നുമൊക്കെ വിശ്വസിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മലയാളികളോട് ഒന്നു മാത്രം പറയുന്നു: നിങ്ങളുടെ വോട്ട് പാഴാവുകയാണ്.